ാണെങ്കിൽ നിങ്ങൾക്കിതിന് സാധിക്കുകയില്ല. ഒന്ന് എണ്ണാൻ നോക്കി നിങ്ങൾ. നിന്റെ കണ്ണു മുതൽ അങ്ങ് തുടങ്ങി നോക്കൂ. നിന്റെ ശ്വസിക്കുന്ന വായു മുതൽ അങ്ങ് ചിന്തിച്ചു നോക്കൂ. ഓരോന്നും ആലോചിച്ച് നോക്കൂ. ഓരോന്നും നഷ്ടപ്പെട്ടവരെ കുറിച്ച് നീ ചിന്തിക്കുക. കണ്ണില്ലാത്തവനെ കുറിച്ച് ആലോചിക്കുക. എങ്ങനെയാണോ നടക്കുന്നത്? ശ്വാസത്തിന് പ്രയാസപ്പെടുന്ന ആസ്മ ബാധിച്ച ആളുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഒരു ശ്വാസം വലിക്കുന്നതിന് അനുഭവിക്കുന്ന പ്രയാസം കണ്ടാൽ സുബ്ഹാനല്ലാഹ്, നീ അള്ളാഹുവിന് എത്ര ശുക്ർ ചെയ്യണം. നീ എത്ര സുഖസുന്ദരമാണ് ശ്വാസം വലിക്കുന്നത്. അൽഹംദുലില്ലാഹ്. പല്ല് നഷ്ടപ്പെട്ടവർ ഭക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല്ലിന് വേദനയുള്ളവർ രാത്രി കിടക്കുന്നത് കണ്ടിട്ടുണ്ടോ? നാവിന് രുചി അറിയാത്തവൻ ഭക്ഷണത്തിന് മുന്നിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? തൊണ്ടക്ക് വേദനയുള്ളവൻ അത് ഇറക്കാൻ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ചില ആളുകൾക്ക് ചിലപ്പോൾ അസുഖം ബാധിക്കും. ഇവിടെ ഒന്നാകെ മുഴയോ മറ്റോ വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറായിട്ട് പ്രയാസമില്ല. അവൻ ഈ ഭക്ഷണം, നമ്മുടെ പരിചയത്തിലെ ആളുടെ അള്ളാഹു പുറത്തു കൊടുക്കാതെ മരിച്ചുപോയി. രാവിലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ്, ഒരു ചെറിയ ഗ്ലാസ്സിൽ ഒരു ഇളനീരിൻ്റെ വെള്ളം വെച്ചു കൊടുക്കും. രാത്രിയാകുമ്പോഴും ആ മനുഷ്യൻ അതിലൊരു പകുതിയെ കുടിച്ചിട്ടുണ്ടാവും. ഇറക്കാൻ പറ്റില്ല വേദന കാരണത്തിൽ. നീ എത്ര എളുപ്പത്തിലാണ് ഭക്ഷിക്കുന്നത്. സംസാരിക്കുക എന്ന നിഅമത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. നീ സംസാരിക്കാൻ പറ്റാത്ത ആളുകൾ